ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒത്തിരി നാളായി ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ വീട് പണിയുടെ ഒരു അപ്ഡേറ്റ്സാണിത് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ വീട് പണി ഇവിടെ വരെയായി, വാർക്ക കഴിഞ്ഞു, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട്ളയൊന്നും വെച്ചിട്ടില്ല കേട്ടോ, വിൻഡോസും ഒന്നും വെച്ചിട്ടില്ല, വാർക്ക ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വാർക്കയൊക്കെ കഴിഞ്ഞ് തട്ടുമുട്ടും എല്ലാം മാറ്റിയിട്ടുള്ള വീടിൻ്റെ ഒരു രൂപമാണ് കേട്ടോ ഇത്. ഒരു കുഞ്ഞു വീടാണ്, ഒത്തിരി വലിയ വീടൊന്നുമല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു കൊട്ടാരമാണ്, കൊട്ടാരം. നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഇത് സ്വപ്നം കാണുന്നതിലും അപ്പുറമാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് സിറ്റ് ഔട്ട്. ചെറിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ഒരു ചെറിയ ജനൽ വരും. പിന്നെ ഇതാണ് മെയിൻ വാതിൽ. നമുക്കൊരു കുഞ്ഞ് ഹോം ടൂർ പോലെ ചെയ്യാവേ. പിന്നീട് നമുക്ക് വീടൊക്കെ പണിത് കഴിയുമ്പം നല്ലൊരു ഹോം ടൂർ ചെയ്യാവേ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫോമൽ ലിവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നുമല്ല ഉദ്ദേശിച്ചത്. കൊച്ചു കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഹാളായിട്ട് ഒത്തിരി വലുതായിട്ട് പണിതിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് അത് മുഷിച്ചൊക്കെ ഇടും. അപ്പോൾ ഈ കയറി വരുന്നിടം ഒരു പ്രെയർ യൂണിറ്റ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ സ്പേസ് ആയിട്ട് ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഫാമിലി ലിവിങ് വിത്ത് ഡൈനിങ് ആയിട്ട് നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓപ്പണിങ് നേരെ നോക്കുമ്പോൾ സ്റ്റെയർ ആണ് കാണുന്നത്. ഇത് നമ്മൾ മുകളിലേക്ക് ഒരു ഓപ്ഷൻ ഇട്ട് ചെയ്തിരിക്കുന്നതാണ്. കാരണം നമുക്ക് താഴെ 2 ബെഡ്റൂമേ ഉള്ളൂ. അപ്പം ഭാവിയിൽ ഒരു ബെഡ്റൂം കൂടി എടുക്കണം എന്ന് വെച്ചാൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് ഓപ്ഷൻ ഇട്ടിരിക്കും. ഇപ്പം നമുക്ക് ഈ 2 ബെഡ്റൂമിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെയാണ്, അതുകൊണ്ട് സ്റ്റെയർ ഇട്ടിട്ടുണ്ട് മുകളിലേക്ക്. പിന്നെ ഈ കാണുന്നത് ചെറിയൊരു വാഷ് ഏരിയയ്ക്കുള്ള സ്പേസ് ഇട്ടിരിക്കുന്നതാണ്. അവിടുന്ന് അങ്ങോട്ടൊരു ഓപ്പണിങ് കാണുന്നത് ബെഡ്റൂമാണ്. ബെഡ്റൂം ഒത്തിരി വലിപ്പമൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു വിൻഡോസ് വരുന്നുണ്ട്. ഇപ്പുറത്ത് രണ്ടിനും സിംഗിൾ പാളിയിലുള്ള വിൻഡോസാണ് വന്നിരിക്കുന്നത്. അത്രയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മാക്സിമം ബഡ്ജറ്റ് എന്തോരം കുറയ്ക്കാവോ അത്രയും കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ സ്റ്റെയറിൻ്റെ അടിയിലേക്ക് വന്നിരിക്കുന്ന ആ സ്പേസ് നമ്മൾ ടോയ്ലറ്റായിട്ടാണ് ആക്കിയിരിക്കുന്നത്. ഒരു കുഞ്ഞ് ടോയ്ലറ്റാണ്. അപ്പോൾ ഇതൊരു കുട്ടികളുടെ റൂമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാം റെഡിയാക്കി വരുമ്പോൾ അവർക്ക് ഏതാണോ ആഗ്രഹമോ അതെടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ റോഡാണ് കേട്ടോ, ഫ്രണ്ട് വശത്തുള്ള. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം ആ സ്റ്റെയറിൻ്റെ ഈ ബെഡ്റൂമിൻ്റെ ഇടയിലായിട്ടുള്ള ഈ ചെറിയ സ്പേസിലാണ് കേട്ടോ നമ്മൾ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്തിരി വിട്ട് നിന്നോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഫാമിലി ലിവിങ്ങിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഈ ഫ്രണ്ട് വശത്ത് ഡൈനിങ്ങും അതിനപ്പുറത്തേക്ക് ഒരു ചെറിയ സിറ്റി ഇട്ട് അവിടെ ഒരു TV വാളും കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സെമി ഓപ്പൺ കിച്ചണാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കിച്ചൻ്റെ ഭാഗം. അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ കിച്ചണായിട്ടൊക്കെ പിന്നീട് വരും. പിന്നെ അവിടെ നിന്ന് സൈഡിലേക്ക് ഒരു മുറിയുണ്ട്. അപ്പോൾ ആ മുറിയുടെ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ടാണ് ഈ ഒരു ഏരിയ. ഡ്രസ്സിങ് ഏരിയയിൽ നിന്ന് ടോയ്ലറ്റിലേക്കാണ് കാണുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അത് ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിൻ ഡോർ വരും, അതും ഒരു ബെഡ്റൂമാണ്. അങ്ങനെ 2 ബെഡ്റൂമാണ് കേട്ടോ നമുക്ക് താഴെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുകളിലേക്കൊരു ചെറിയ ബെഡ്റൂം കൂടി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മൾ എന്തായാലും ചെയ്യുന്നില്ല. ഇനി അഥവാ ഒന്നും തീരുമാനിച്ചിട്ടില്ല, സാധിച്ചാൽ ചെയ്യണം എന്നും ആഗ്രഹം. പിന്നെ നമ്മുടെ ബെഡ്റൂമുകളിലൊന്നും നമ്മൾ മറ്റേ അലമാരകളായിട്ട് ഭിത്തിയിൽ ചെയ്യുന്നില്ല. ഭാവിയിൽ എന്തെങ്കിലും 2 അലമാര റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചു വെക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള അലമാരകളൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. കാരണം അതൊക്കെ ഒരു ഡെഡ് മണി ആയിട്ട് പോകും. നമുക്ക് ഭാവി ഇനിയിപ്പം വിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ വല്ലതും ഒരു കാലഘട്ടം വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ ഡെഡ് മണി ആയിട്ട് പോകത്തേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ അലമാരകളൊന്നും. പിന്നെ നമുക്ക് കിച്ചൺ എന്താണെങ്കിലും ചെയ്തെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത ബെഡ്റൂം. ചെറിയ മറ്റേ മുറിയിൽ കണ്ടതുപോലെ തന്നെ ഒരു വലിയ വിൻഡോയും അതിന് സൈഡിൽ സിംഗിൾ പാളിയോട് കൂടിയിട്ടുള്ള 2 വിൻഡോയുമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വെളിച്ചമൊക്കെ കയറണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ വരെയൊക്കെ എത്തി. പിന്നെ കിച്ചണിൽ കബോർഡുകളെല്ലാം പിടിപ്പിച്ച് ഭംഗിയാക്കി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം സെമി ഓപ്പൺ കിച്ചണാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കിച്ചണിലെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി പിന്നെ ഒരു ചെറിയ TV യൂണിറ്റ്, ചെറുത് സിമ്പിളായിട്ട്, പിന്നെ ഒരു പ്രെയർ യൂണിറ്റ്, വാഷിംഗ് ഏരിയ, അങ്ങനെയുള്ളതൊക്കെ ഇൻറ്റീരിയർ ആയിട്ട് ചെയ്യുന്നുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് കിച്ചൺ. അപ്പോൾ കിച്ചണിൽ
ഒത്തിരി വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും ചെറിയ രീതിയിൽ കബോർഡ് വർക്ക്സൊക്കെ ചെയ്യണം. പിന്നെ ഇവിടെ ഇതൊരു വർക്ക് ഏരിയയാണ്. ഇതൊരു ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെ ഈ പഴയ മോഡൽ ഗ്രില്ലിട്ടിരിക്കുന്ന അതിനോടൊരു താല്പര്യമില്ല. ഇങ്ങനെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള വർക്ക് ഏരിയ, ഈ കിച്ചനോട് ചേർന്ന് ഒന്നായിട്ട് തന്നെ കിടക്കുന്ന ഒരു വർക്ക് ഏരിയ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഒത്തിരി വലുതൊന്നുമല്ല, ചെറിയൊരു വർക്ക് ഏരിയ ആണ്. ഇതാണ് നമ്മൾ വീടിൻ്റെ ബാക്ക് വശം. ഇത് മൊത്തം 13 സെൻറ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്ഥലം, ഈ ഒരു പ്ലോട്ട്. അപ്പം ബാക്കിലേക്ക് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് ചെറിയ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യാനും വർക്ക് ഏരിയ ആയിട്ട് ഇനിയിപ്പം അല്ലാണ്ട് നമ്മൾ തുണികളൊക്കെ ഉണങ്ങാൻ ഷീറ്റൊക്കെ ഇട്ട് ബാക്കിലേക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വീട് എടുക്കണമെന്ന് മനസ്സിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ വീട് എങ്ങനെയായിരിക്കണം, എന്തൊക്കെ അതിൽ വേണം എന്നൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചൊരു ഡിസൈൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് നമ്മൾ എഞ്ചിനീയറിനെ കൊണ്ട് കറക്റ്റ് ആക്കിച്ചൊക്കെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഈ വീടിൻ്റെ പ്ലാൻ. ഇത് വെറുതെ ഒരു കുഞ്ഞ് ഹോം ടൂറാണ്. അപ്പം പണിയൊക്കെ തീർന്നതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊരു ഹോം ടൂർ എടുക്കാം. ബാക്കി അപ്ഡേറ്റ്സൊക്കെ വഴിയെ വീഡിയോസിലൂടെ കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, അതിന് മാത്രം കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടില്ല, ഇങ്ങനെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് ചോദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.